ചൈനീസ് വാസ്തുവിദ്യയുടെ മഹത്വവുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഫെങ് ഷുയി. നമസ്കാരം. ഫെങ് ഷുയി സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫെങ് ഷുയി സംബന്ധമായ ചൈനീസ് വാസ്തുവിദ്യ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തേജസ് ഫെങ് ഷുയി ഡയറക്ടർ ഡോക്ടർ ഷാജി കെ നായരാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. സർ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ഈ വെഞ്ഞാറമ്മൂട് ശ്രീ ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തെക്കുറിച്ചാണ്. ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു പൂജാവിധികൾക്കപ്പുറത്തേക്ക് ഒരു ചികിത്സാ രീതി ഉണ്ടെന്ന് പറഞ്ഞു, സുജോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ്, ഈ ചികിത്സാ രീതി എങ്ങനെയാണ്? അത് 21 ദിവസം കണ്ടിന്യൂസ്ലി ഒരാൾ അവിടെ വരേണ്ടതുണ്ടോ ഈ ചികിത്സയ്ക്ക് വേണ്ടി? ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കാമോ? സുജോക്ക് എന്ന് പറഞ്ഞ ചികിത്സ എന്നൊരു കൊറിയൻ ചികിത്സയാണ്. ഇപ്പം അത് വന്നിട്ട് തന്നെ 35 വർഷത്തിനകത്തെ ആയിട്ടുള്ളൂ. സുജോക്ക് എന്ന് പറയുമ്പോൾ അതെ അതെ സുജോക്ക് എന്ന് പറയുമ്പോൾ കൈയും കാലും, കൊറിയൻ ഭാഷയിൽ കൈയും കാലും എന്ന് നേരത്തുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ കറസ്പോണ്ടിങ് പോയിൻ്റ് നമ്മുടെ കയ്യിലോ കാലിലോ നമുക്ക് എടുത്തതിന് ശേഷം അതിൽ പ്രോബ് ചെയ്തുകൊണ്ട്, മീൻസ് ഇതിനകത്ത് ഉള്ളിൽ കഴിക്കേണ്ട മരുന്നുകളില്ല, വേറെ ഒന്നുമില്ല, നീഡിൽസോ മറ്റേ അക്യുപഞ്ചറോ പോലെ നീഡിൽസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് സീഡ് തെറാപ്പി. അതായത് നമ്മൾ പർട്ടിക്കുലർ കറസ്പോണ്ടിങ് പോയിന്റ് കണ്ടുപിടിക്കുക, അത് കണ്ടുപിടിച്ചുകൊണ്ട് അവിടെ പ്രോബ് ചെയ്യുക എന്ന് വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനകത്തൊരു പ്രത്യേകിച്ചൊരു ഇതുണ്ട്, സ്റ്റിക്കുണ്ട്, അത് വെച്ച് ചെയ്തതിന് ശേഷം അവിടെ എന്താണോ പ്രോബ്ലം അതിനനുസരിച്ചുള്ള സീഡ്, വിത്തുകൾ. അതായത് എന്താണ് പ്രോബ്ലത്തിനനുസരിച്ചുള്ള സീഡ് എന്ന് പറയുമ്പോൾ ഇപ്പം ഓരോന്നിനും ഓരോന്നുണ്ട്. ഇപ്പം കുരുമുളക് ഉപയോഗിക്കുന്നുണ്ട്, ചെറുപയർ ഉപയോഗിക്കുന്നുണ്ട്, കിഡ്നി സ്റ്റോൺ മറ്റേ വലിയ പയറുണ്ടല്ലോ അത് ഉപയോഗിക്കുന്നുണ്ട്. ഓരോന്നിനും ഓരോ സീഡുകൾ നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഇതിൻ്റെ ഈ നമ്മുടെ ഗ്രേപ്സ് ഉണ്ടല്ലോ, ഗ്രേപ്സിൻ്റെ സീഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അതനുസരിച്ച് സൂട്ടബിൾ ആയിട്ടുള്ള സീഡ് അവിടെ ആഡ് ചെയ്തുകൊണ്ട് ഓരോ രോഗത്തിനും ഓരോ പ്രത്യേകതര സീഡ് എന്നുള്ളതാണ്. ഇപ്പോൾ തലവേദന അങ്ങനെ ഓരോന്നും ഓരോ ടൈപ്പ്. തലവേദനയൊക്കെ ആണെങ്കിൽ വിതിൻ 22 സെക്കൻഡ്സിനകത്ത് നമുക്ക് അതിൻ്റെ ചേഞ്ച് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഒരു പ്രാവശ്യം ചെയ്തെന്ന് പറഞ്ഞാൽ മാറില്ല. 3 ദിവസം അടുപ്പിച്ച് ചെയ്യുകയും ബാക്കി 21 ദിവസമാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമ്മുടെ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് മാറ്റം ഉണ്ടാവും. ഈ കൊടിഞ്ഞി ചില കുട്ടികൾക്കൊക്കെ ഈ വെയിലടിക്കുമ്പോഴൊക്കെ തലവേദന ഉണ്ടാകുന്ന സംഭവം ഉണ്ടല്ലോ, അത് അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് മാറ്റും. പിന്നെ സീഡല്ല, നമുക്ക് അതിനകത്ത് കണ്ടുപിടിക്കുന്ന ചില കറസ്പോണ്ടിങ് പോയിന്റ്, നമുക്ക് എന്താണോ പ്രോബ്ലം അത് മനസ്സിലാക്കുവാൻ അത് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കണം. ഇപ്പം ട്രിവാൻഡ്രത്ത് ഒത്തിരി ആൾക്കാരുണ്ട് ഇത് ചെയ്യുന്നത്, ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ഒത്തിരി കിടക്കുന്നത്. കേരളത്തിൽ അവൻ്റെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഡോക്ടർ വിപിൻ കേശവനാണ്. അദ്ദേഹം ഇപ്പോൾ ഒത്തിരി ക്ലാസ്സുകൾ എല്ലായിടും എടുക്കാറുണ്ട്. അപ്പോൾ ക്ലാസ്സിന് പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കൊക്കെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അദ്ദേഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഈസിയാണ്, 3 ദിവസം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. അതിന് വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും വേണ്ട. 3 ദിവസം കൊണ്ട് നമുക്കത് പഠിച്ച് എടുക്കാൻ പറ്റും. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കറസ്പോണ്ടിങ് പോയിന്റ്സ് നമ്മുടെ അനാട്ടമി അറിഞ്ഞിരിക്കണം. തലവേദനയ്ക്ക് ഇങ്ങനെ കറസ്പോണ്ടിങ് പോയിന്റ്സ് ആണെങ്കിൽ പിന്നെ എന്ത് രോഗത്തിനാണ് ഈ സീഡ് ചികിത്സ വേണ്ടി വരുന്നത്? കറസ്പോണ്ടിങ് പോയിന്റിൽ നമ്മൾ പ്രോബ് ചെയ്തതിന് ശേഷം അവിടെ ഒരു സീഡ് ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ ഒരു പവർ, നമുക്കൊരു എനർജി, നമുക്ക് എന്താണോ പ്രോബ്ലം വന്നിട്ടുള്ള ഭാഗത്ത് ആ ഒരു എനർജി നമുക്ക് അവിടെ കിട്ടും. വളരെ ഞാൻ പറയില്ല, ഒരു മിറാക്കിൾ പോലെയാണ്. അതിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റമാണ് നമുക്കുണ്ടാകുന്നത്. ഇല്ല, പല ആൾക്കാരും പറയാറുണ്ട് എൻ്റെ മുട്ടിന് വേദന, ഞാൻ ഏകദേശം ഡോക്ടറെ അടുത്തൊക്കെ പോയി കണ്ട് 1 ലക്ഷം രൂപയ്ക്ക് പുറത്ത് മുടക്കിയിട്ടിരിക്കുന്ന അതാണ് 2 കുത്തി മാറ്റാൻ പോണത്. ഒരാൾ എൻ്റെ കൂടെ ചോദിച്ചിട്ടതാണ്. ഞാൻ പറഞ്ഞു, ശരി, ഇപ്പോഴും നിങ്ങളുടെ ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ട് മുട്ടിന് വേദന മാറിയോ? ഇല്ല. ഞാൻ ഇപ്പോൾ എവിടെയാണ് വേദന? ഇന്ന ഭാഗത്ത്. ഞാൻ കുറച്ചൊരു നോക്കാവോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രോബ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞൊരു 1 മിനിറ്റ് പോലും ആയില്ല, ഒന്ന് എണീക്കാൻ പറഞ്ഞു, നടക്കാൻ പറഞ്ഞു. അവരുടെ വേദന എപ്പോഴും മാറി. പക്ഷേ അത് കുറച്ച് ടൈമിനത്തേക്കേ ഉള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് ഈ ചികിത്സ ചെയ്താലേ പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. ദേഹത്ത് വരുന്ന ചെറിയ മുഴകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റും. എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കും. കണ്ണിനുണ്ടാവുന്ന പ്രശ്നമാണ്, ചെവിക്കുണ്ടായിരുന്നാലും കൈകാല് ജോയിൻറ്റ് പെയിൻസ്. ഇതിന് പുറകിലുള്ള ഒരു അടിസ്ഥാന ശാസ്ത്രം എന്താണ്? നമുക്ക് ശരീരത്തിൽ എന്ത് ഒരു പ്രോബ്ലം നമുക്ക് വരുമ്പോഴും അതിൻ്റെ ഒരു സ്വിച്ചിങ് പോയിൻ്റ് നമ്മുടെ കയ്യിൽ വരും എന്നാണ് അതിൻ്റെ ഒരു കറസ്പോണ്ടിങ് പോയിൻ്റ് നമ്മുടെ കയ്യിൽ അത് വന്നിരിക്കും. ആ കയ്യിലും കാലിലും ഒരുമിച്ച് കിട്ടും. നമുക്ക് ഒരാൾക്ക് കൈ സുഖമില്ലാത്ത ആൾക്കാണ് ഈ കാലിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പ്രോബ് ചെയ്യുമ്പോൾ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ പെയിന് കിട്ടും. മീൻസ് നമുക്ക് എവിടെയാണോ വേദന അതിൻ്റെ
നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതനുസരിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ആധികാരികമായിട്ടൊന്നും എനിക്കുറിച്ച് പറയാറില്ല. ഞാൻ ചെയ്യുന്നുണ്ട്, ആൾക്കാർക്ക് പ്രശ്നങ്ങൾ മാറുന്നുണ്ട്. ഇപ്പം ആൾക്കാർ കൂടുതൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഗുരുവും അദ്ദേഹം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം കൂടെ വന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മളിപ്പോൾ അവിടെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ കാശൊന്നും വാങ്ങിയിട്ടല്ല ചെയ്യുന്നത്. ഇത് ഏത് കയ്യിലാണ്? ഇപ്പം നമ്മുടെ ഇടത് കയ്യിലാണോ ഇടത് കയ്യിൽ ചെയ്യാം, വലത് കയ്യിൽ ചെയ്യാം, 2 കാൽപാദങ്ങളിലും നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ ഇങ്ങനെ ഏത് ഭാഗത്ത് തലവേദന ഓരോ സിസ്റ്റം ഉണ്ട്. മിനി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ വിരലിന് മാത്രമായിട്ട് ചെയ്യാൻ പറ്റും. ഫുൾ ബോഡിയുടെ ചികിത്സ ചൂണ്ട് വിരലിന് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെയാണ് അത് അത്രത്തോളം ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വളരെ രസമുള്ളൊരു ചികിത്സയാണ് അത്. കാരണം ഡോക്ടറെ അടുത്ത് പോയി ക്യൂ നിന്ന് ഇത് ചെയ്ത് പറഞ്ഞവർക്കൊക്കെ നേരെ കുറച്ച് ഇതിനെ ഒന്ന് ജസ്റ്റ് ഒരു പഞ്ചിങ്ങിലൂടെ അതങ്ങ് മാറുക എന്ന് പറയുമ്പോൾ വളരെ ഒരു പോസിറ്റീവ് അല്ലേ. ഈ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഈ ചികിത്സാ രീതി പഠിക്കാനുള്ള സൗകര്യമുണ്ടോ? ക്ഷേത്രത്തിൽ വരുന്നവർക്ക് പഠിക്കാനുള്ള സൗകര്യം അല്ലാതെ ഉണ്ട്. അപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം വന്ന് പഠിപ്പിച്ചു. പക്ഷേ 3 ദിവസം അടുപ്പിച്ചാണ് ഇതിൻ്റെ ചികിത്സാ രീതി പഠിക്കേണ്ടത്. എൻ്റെ കറസ്പോണ്ടിങ് കോഴ്സ് എന്ന് പറയുമ്പോൾ 3 ദിവസമാണ്. ഹയർ കോഴ്സുകളൊക്കെ ഉണ്ട്. കറസ്പോണ്ടിങ് കോഴ്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ പറ്റും. 3 ദിവസം അടുപ്പിച്ചുള്ള ക്ലാസ് ഉണ്ട്. ഇപ്പം ഇപ്പോൾ കൊല്ലത്ത് ഈ കൊല്ലത്ത് എന്തോ ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനെന്തെങ്കിലും പ്രത്യേക ഫീസ് സ്ട്രക്ചർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അത് ഒരു ചെറിയൊരു ഫീസ് പുള്ളി ഈടാക്കുന്നുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഏതൊരും ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ ഗുരുദക്ഷിണ കൊടുത്തേ പഠിക്കാവുന്നു. തീർച്ചയായിട്ടും അതിന് വലിയതായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു ഫീസും. എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രം, ഈ കുബേര ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ചികിത്സാ രീതിയും കൂടെ സമന്വയിപ്പിക്കാം എന്നുള്ളൊരു ഞാൻ ഈ ചികിത്സയിൽ ഇറങ്ങാൻ തന്നെ കാരണം അദ്ദേഹമാണ്, വിപിനാണ്. ഞാൻ ഫെങ്ഷി എനിക്ക് നേരത്തെ ഫെങ്ഷി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് ഞാൻ ഫെങ്ഷി പഠിച്ചു. ഫെങ്ഷി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, വരണം. ഞാൻ ചോദിച്ചു ഞാൻ ഫെങ്ഷി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തിനാ ട്രീറ്റ്മെൻറ്റ്, എനിക്ക് എൻ്റെ ആവശ്യം, ഞാൻ വരുന്നുണ്ടെന്ന്. ഇല്ല ഒന്ന് അറ്റൻഡ് ചെയ്യുമ്പോൾ ഗുണങ്ങളുണ്ടാവും. അങ്ങനെ വളരെ നിർബന്ധിച്ചതിന് ശേഷമാണ് ഞാൻ മനസ്സോടെയാണ് ഞാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ അത്രയും ദിവസത്തെ പ്രോഗ്രാം പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിഷമിച്ചൊക്കെ ഞാൻ പിന്നെ പുള്ളി വിളിച്ചില്ലേ, പോകാതിരിക്കാൻ പറ്റത്തില്ല, ഗുരു കൂടെയാണല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നു. 2-3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എനിക്കൊരു കാരണം വെച്ചാൽ അപ്പോൾ എന്നിട്ടാണ് പറഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞു ഇത് ഫെങ്ഷിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ ഫുൾ ബോഡിയിൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വീടുകളിലും ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിലൊരാൾക്ക് ഇന്ന പ്രോബ്ലം ആണെങ്കിൽ പർട്ടിക്കുലർ ഇന്ന ഭാഗത്ത് ഇന്ന കളർ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് മാറും. അപ്പം ഞാൻ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ്, അത് കൊള്ളാമല്ലോ സംഭവം. അതേപോലെ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. ഇപ്പോഴത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് പോയി നോക്കുമ്പോൾ അവരുടെ വാസ്തു പ്രശ്നം നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ആ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അറ്റ് എ ടൈം അത് മാറ്റി കൊടുത്തിട്ട് ഇന്ന രീതിയിൽ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. എപ്പോഴും ഇതൊരു സ്മൈൽ തെറാപ്പിയാണ്. സ്മൈൽ എന്ന് പറയുമ്പോൾ ഒരു അസുഖം നമുക്ക് മാറിക്കഴിയുമ്പോൾ ആ ഒരു ചിരിയുണ്ട്, ആ ഒരു സ്മൈൽ തെറാപ്പി. അത് നമുക്ക് ആ ഒരു ചിരിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ഒത്തിരി ആൾക്കാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ലൈറ്റ് കയ്യിലിടാനല്ല പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ലൈറ്റ് വീടിൻ്റെ വാസ്തുപ്രകാരം കയ്യിലിപ്പോൾ ഒരു നല്ല ഒരു ചെറിയൊരിത് നമുക്ക് രാത്രി കിടക്കുമ്പോൾ ഉറക്കം കിട്ടുന്നില്ല. ഒരു ഉദാഹരണം വേണേൽ ഇന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ആർക്ക് വേണോ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഉറക്കം കിട്ടുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഉറക്കം കിട്ടുന്നില്ല. നല്ല ഈ വൈറ്റ് ബോർഡ് മാർക്കർ കിട്ടും, ഗ്രീൻ കളർ കിട്ടും. ഓക്കെ, ആ ഗ്രീൻ കളർ മാർക്കർ എടുത്തിട്ട് നമ്മൾ ഈ പെരുവിരലുണ്ടല്ലോ ഇതിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ ആഡ് ചെയ്യുക. ബാക്കിൽ ഇങ്ങനെ ഒരു ലൈനും ഇതിൽ ഫുള്ളായിട്ട് ഗ്രീൻ കളർ ആഡ് ചെയ്തതിന് ശേഷം നോക്കുക അന്നത്തെ ദിവസത്തെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. സുഖമായിട്ട് നല്ല ഡീപ്പായിട്ടുള്ള സ്ലീപ്പ് കിട്ടും. ഇത്ര മാത്രം ചെയ്താൽ മാത്രം മതി. ഇത് ആ ഒരു കളർ പർട്ടിക്കുലർ ഈ ഹെഡിൻ്റെ പോയിൻ്റാണിത്. നമ്മൾ പണ്ട് ഇവിടെ കൈണ്ണ മൂക്കൊക്കെ വരച്ച് കളിക്കാറില്ലയോ, അതേപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പോയിൻ്റാണിത്. അവിടെ ഒരു ഗ്രീൻ കളർ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുറേ ടെൻഷൻസൊക്കെ അങ്ങ് റിലീഫായിട്ട് നല്ല സുഖമായിട്ട് നമുക്ക് ഉറക്കാൻ പറ്റും. ഗ്രീൻ തന്നെ ആഡ് ചെയ്യണം. അവിടെ റെഡ് ആഡ് ചെയ്തിട്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ റെഡ് ആഡ് ചെയ്താൽ കിട്ടത്തില്ല. അത് പറയും ഗ്രീൻ കളർ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈ കളർ തെറാപ്പി കൂടെ കളറും കൂടെ വെച്ച് നമുക്ക് പല ഇതിലും നമുക്കതിൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ശരീരത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു ചെറിയൊരു കുരു വന്നു, ഒരു മുഴ വന്നു, അത് നല്ല പഴുത്ത് പൊട്ടിപ്പോവാറായിട്ടുള്ള അവസ്ഥയിലിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ രീതിയിൽ കളർ പർട്ടിക്കുലർ പോയിന്റിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേദന മാറിക്കിട്ടും. ശരി, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെഞ്ഞാറമൂട് ഇലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേര ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ച് വന്നു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കിട്ടത്തുള്ളൂ.
കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ദർശനമൊക്കെ നോട്ട് ചെയ്തിട്ട് വിളിക്കുക. നമസ്കാരം.